സംഗീത വിസ്മയവുമായി മിന്നാമിനിങ്ങിന്റെ മറ്റൊരധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. ഏവർക്കും മിന്നാമിനിങ്ങിലേക്ക് സ്വാഗതം. വെൽക്കം ടു മിന്നാമിനിങ്, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് സെലിബ്രേറ്റഡ് ബൈ ഈസ്റ്റേൺ. മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ തന്നെ നമുക്ക് ആദ്യം സ്വാഗതം ചെയ്യാം. കുപ്പുസ്വാമി സാർ, സ്വാഗതം. തമിഴകത്തിന്റെ സ്വന്തം മൊഴിമുത്താണ്, ഇപ്പോൾ ഞങ്ങളുടെയും മൊഴിമുത്താണ് സാർ. അവിടുത്തെ ഒരു ഫോക്ക് പാട്ടുകളുടെ അല്ലെങ്കിൽ നാടൻ പാട്ടുകളുടെ രാജകുമാരനാണ് സാർ, ഞങ്ങൾക്കറിയാം. അപ്പൊ ഇവിടുത്തെ രാജകുമാരനാണ്, ഫോക്ക് സോങ്ങുകളുടെ രാജകുമാരനാണ് മണിച്ചേട്ടൻ. അപ്പൊ മണിച്ചേട്ടന്റെ ഏതെങ്കിലും പാട്ടുകൾ അല്ലെങ്കിൽ നേരിട്ട് കാണാനോ അദ്ദേഹമായിട്ട് സംസാരിക്കാനോ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ? கண்டிப்பா நிறைய பாட்டு நான் கேட்டிருக்கு, நிறைய பாட்டு எனக்கு பிடிக்கும். நான் புரோகிராமில் பாடி ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള റിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള റിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കറി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയില നെയ്യുള്ള പിടക്കിന മീനാനേ. ചെമ്പല്ലിക്കരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയില നെയ്യുള്ള പിടക്കിന മീനാനേ. താങ്ക് യു സോ മച്ച്. മഹതി മാം, സ്വാഗതം മിന്നാമിനിങ്ങിലേക്ക്. നാദർഷ്ക, ഹൃദയം നിറഞ്ഞ സ്വാഗതം. മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി നമുക്ക് വേണ്ടി പാടാനെത്തുന്നത് ശീതളാണ്. മണിച്ചേട്ടന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആദ്യമേ തന്നെ കുപ്പുസ്വാമി സാറ് നമുക്ക് നല്ലൊരു പാട്ട് പാടി തന്നു. അപ്പം മണിച്ചേട്ടന്റെ പാട്ടിൽ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ശീതൾ. ശീതൾ, ഹലോ ചേച്ചി. ഹലോ. ഇന്നും നല്ല ഭംഗിയുണ്ട് ഡ്രസ്സ്, നല്ല ബ്ലൂ, റേഡിയൻ ബ്ലൂ ആണ്. അപ്പോ മണിച്ചേട്ടന്റെ പാട്ടാണ്. ഏത് പാട്ടാ പാടുന്നത്? കൊക്കരക്കോ. കൊക്കരക്കോ. അപ്പൊ നന്നായിട്ട് തന്നെ പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്.
ലാത്തിരിപ്പൂം പെണ്ണാണ് പൂത്തിരിപ്പൂം കണ്ണാണ് കാത്തിരിപ്പാണ് നിനക്ക് മാറാൻ ഒരാള് ഹേ ഹേ ലാത്തിരിപ്പൂം പെണ്ണാണ് പൂത്തിരിപ്പൂം കണ്ണാണ് കാത്തിരിപ്പാണ് നിനക്ക് മാറാൻ ഒരാള് കൊക്കരക്കോ കോഴിക്കൂവണ നേരത്താണല്ലോ നിന്നെ പൊങ്കാല തെരുവിലും വെച്ചു കണ്ടു പെണ്ണെ കാതിലോല കമ്മലിട്ട് കുണുങ്ങി വരും പെണ്ണെ നിന്നെ കണ്ണേറിന്നമ്പു കൊണ്ടെന്നെ നെഞ്ചിലിടിത്താളം നീ ചിരിക്കും അഴകാലേ മാനത്തം വിളിച്ചെല്ലാണേ ഓടിക്കളിക്കണ കുഞ്ഞാണേ തിത്താലം കിളി താലോലം താലോലം കിളി താലോലം 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 നീ ചിരിക്കും അഴകാലേ മാനത്തം വിളിച്ചെല്ലാണേ ഓടിക്കളിക്കണ കുഞ്ഞാണേ തിത്താലം കിളി താലോലം അന്നും ഇന്നും ഓടിക്കളിക്കുമ്പോ തന്നണം പാടി നീ കൂടെ കളിക്കുമ്പോ അന്നന്നട പോലെ നടക്കുമ്പോ പൊന്നരഞ്ഞാടം കുരുങ്ങടി വെണ്ണേ അന്നും ഇന്നും ഓടിക്കളിക്കുമ്പോ തന്നണം പാടി നീ കൂടെ കളിക്കുമ്പോ അന്നന്നട പോലെ നടക്കുമ്പോ പൊന്നരഞ്ഞാണ് കുരുങ്ങടി വെണ്ണേ ലാത്തിരിപ്പൂം പെണ്ണാണ് പൂത്തിരിപ്പൂം കണ്ണാണ് കാത്തിരിപ്പാണ് നിനക്ക് മാറാൻ ഒരാള് ഹേ ഹേ ലാത്തിരിപ്പൂം പെണ്ണാണ് പൂത്തിരിപ്പൂം കണ്ണാണ് കാത്തിരിപ്പാണ് നിനക്ക് മാറാൻ ഒരാള് കൊക്കരക്കോ കോഴിക്കൂവണ നേരത്താണല്ലോ നിന്നെ പൊങ്കാല തെരുവിൽ വെച്ചു കണ്ടു പെണ്ണെ കാതിലോല കമ്മലിട്ട് കുണുങ്ങി വരും പെണ്ണെ നിന്നെ കണ്ണേറിന്നമ്പു കൊണ്ടെന്നെ നെഞ്ചിലിടിത്താളം കൊക്കരക്കോ കോഴിക്കൂവണ നേരത്താണല്ലോ നിന്നെ പൊങ്കാല തെരുവിൽ വെച്ചു കണ്ടു പെണ്ണെ കാതിലോല കമ്മലിട്ട് കുണുങ്ങി വരും പെണ്ണെ നിന്നെ കണ്ണേറിന്നമ്പു കൊണ്ടെന്നെ നെഞ്ചിലിടിത്താളം ശീതൾ മണിച്ചേട്ടന്റെ പാട്ടായിരുന്നു ആസ് യൂഷ്വൽ തകർത്തു. കാരണം മണിച്ചേട്ടന്റെ പാട്ടെന്ന് പറയുമ്പോൾ ആ ഒരു സ്പിരിറ്റ് ആ ഒരു പാട്ടിലും നമുക്ക് കാണുമ്പോൾ ഒക്കെ അനുഭവപ്പെടാറുണ്ട്. അത് തന്നെ ശീതളിനും കൊണ്ടുവരാൻ കഴിഞ്ഞോ എന്നുള്ളത് ജഡ്ജസ് ആണ് പറയേണ്ടത്. മഹതി മാം, നല്ല പെർഫോമൻസ് ശീതൾ, നന്നായി പാടി. ശീതളിന് പാടിക്കഴിഞ്ഞു വന്നപ്പോൾ ഞാനും നാദിർക്കയും ഡിസ്കസ് ചെയ്യായിരുന്നു. ശീതളിൻ്റെ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ കഴിഞ്ഞല്ലോ മതി എന്ന് പറഞ്ഞ പോലെ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. അങ്ങനെയാണോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ നന്നായിട്ടൊക്കെ പാടിയിട്ട് ഇവരൊക്കെ കുടിച്ച് എത്തിച്ച് അങ്ങനെ ഒരു എക്സ്പ്രഷൻ ലാസ്റ്റ് കാണാൻ കൊള്ളായിരുന്നു കേട്ടോ. ശീതൾ നല്ല ഡ്രസ്, ശീതൾ ലുക്കിംഗ് പ്രിറ്റി. താങ്ക് യു. നന്നായിട്ടുണ്ടായിരുന്നു. ശീതളിന്റെ വോയിസിന്റെ ത്രോ നന്നായിട്ടുണ്ടായിരുന്നു. മറ്റെല്ലാ സോങ്സിനെക്കാട്ടിലും ശീതളിന്റെ പിച്ചിങ് വാസ് ബെറ്റർ ഇൻ ദിസ് സോങ്. താങ്ക് യു. ഓക്കെ, ആദ്യത്തെ ചരണം തുടങ്ങുമ്പോൾ മാത്രം ഇത്തിരി ഒന്ന് പോയി, ബാക്കി ഒക്കെ മോറോലെസ് ഇൻ പിച്ച്. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എനിക്കും നാദികയ്ക്കും ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വന്നു. ജുംബലക്ക ജുംബലക്ക ജുംബല ജുംബാലേ ജുംബലക്ക ജുംബലക്ക ജുംബല ജുംബാലേ ജുംബലക്ക ജുംബലക്ക ജുംബല ജുംബാലേ ജുംബലക്ക ജുംബലക്ക ജുംബല ജുംബാലേ 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 ചിന്നമുള്ള കാതലിയല്ലോ പെരിയമുള്ള കാതലനല്ലോ രംഗമുള്ള സുന്ദര സുന്ദരി കാതലിങ്ങ് നടക്കുന്നല്ലോ അടുത്തമാണത് മെരുവായി പോകും പെരിയമുള്ള തിരുത്തി പിടിക്കുമേ അതുதான் വേഗം ചിന്നമുള്ള അടുത്തമാണത് മെരുവായി പോകും പെരുമുള്ള തുരത്തി പിടിക്കുമേ അതുമാണ് വേഗം ഓടലിൽ ചിന്നമുൾ ഓടലാം ഒவ்வொரு മണിയിലും ഓടലാം ജുംബലക്ക ജുംബലക്ക ജുംബല ജുംബാലേ ജുംബലക്ക ജുംബലക്ക ജുംബല ജുംബാലേ ജുംബലക്ക ജുംബലക്ക ജുംബല ജുംബാലേ ജുംബലക്ക ജുംബലക്ക ജുംബല ജുംബാലേ 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 ജുംബാലേ. ഒരു കാലത്ത് ഗാനമേളയ്ക്കൊക്കെ കാലത്ത് മാത്രമല്ല രാത്രിയിലും ഞങ്ങൾ ഇത് പാടുമായിരുന്നു.
ഞാൻ എന്നെ കഷ്ടപ്പെട്ടിട്ടാണ് അതെ. 2-3 മലയാളം വാക്കുകളൊക്കെ അങ്ങനെ പെറുക്കിയെടുത്ത് ഏതോ പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയും പറയും. താങ്ക് യു. ഓക്കെ, ശീതൾ നന്നായി പാടി. ശീതളിന് കുറച്ചും കൂടി യുനോ മോർ വൈബ്രൻസി ഇൻ യുവർ സിംഗിങ്, ഒരു ആറ്റിറ്റ്യൂഡ് ശീതളിന് വരണം. കുറേ സ്റ്റേജസിൽ ഇങ്ങനെ പാടി വരുമ്പോൾ ശീതളിന് അത് കിട്ടുന്നു തോന്നുന്നുണ്ട്. സോ പിച്ചിങ് വാസ് ഡെഫിനറ്റ്ലി ഗുഡ്. വോയിസ് നല്ല ബ്രൈറ്റ് ആൻഡ് യുനോ അവിടെ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു വോയിസ്. ഓക്കെ, ഗുഡ്. താങ്ക് യു മാം. താങ്ക് യു മാം. കുപ്പുസ്വാമി സർ. ഓക്കെ, ശീതൾ നന്നായി പാടി. താങ്ക് യു സർ. நம்ம அந்த வாய்ஸ் ஆஃப் மாடுலேஷன் ஒன்று இருக்கு. அதாவது எந்தெந்த சொற்களை எப்படி ஏற்ற இறக்கத்தோட எந்த சொற்களுக்கு தகுந்தது போல அந்த சவுண்டை கொடுக்கறதுக்கான சில விஷயங்கள் இருக்குது. அதான் வாய்ஸ் மாடுலேஷன். எல்லா இடத்துலையும் ஒரே மாதிரி பாட முடியாது. அதை மட்டும் நீங்கள் பார்த்துக்கிட்டிங்கன்னா இன்னும் சிறப்பாக வரலாம். ஓகே, இப்போ எல்லாம் அந்த எப்படி பாடுறது, நல்லா ஓப்பனாக பாடுறது, அதுக்கு நீங்கள் வந்துட்டீங்க. இப்போ அடுத்தது வாய்ஸ் மாடுலேஷனுக்கு வரும். எப்படி கொடுக்கலாம் அப்படின்னு தெரிஞ்சுக்கிட்டா அந்த பாட்டு இனிமையாக வரும். ஓகே, താങ്ക് യു സർ. നാദർഷിക. ശീതള് നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല ത്രോ ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ശീതളിന് പാടി തുടങ്ങുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില നോട്ട്സ് ഇല്ലേ, കറക്റ്റ് നോട്ട്സിൽ എത്തിയിട്ടല്ല പാടുന്നത്. ജസ്റ്റ് ഒന്ന് പല്ലവി പാടും. കൊക്കരക്കോ കോഴിക്കുവണ നേരത്താണല്ലോ നിന്നെ പൊങ്കാല തെരുവിലും വെച്ചു കണ്ടു പെണ്ണെ. ആ നോട്ട്സ് ഇപ്പോൾ ഓക്കെയാണ്, ഉദ്ദേശിക്കുന്നത് ഇതാണ്, പക്ഷേ പുറത്തേക്ക് വന്നത് വേറെയാണ്. പണ്ട് ഞാൻ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ ബിജുമേനോനില്ലേ നടൻ, ബിജുമേനോൻ എൻ്റെ അടുത്ത് പറയായിരുന്നു, എടാ അപ്പം ഞാനിങ്ങനെ കൈ എടുത്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്റെ പാട്ടിൽ നിന്റെ കയ്യിൽ എല്ലാ സാധനം വരുന്നുണ്ട്, പക്ഷെ അത് തൊണ്ടയിൽ വരുന്നില്ല എന്നുള്ളത്. നിന്റെ കയ്യിൽ നീ ഉദ്ദേശിക്കുന്ന സാധനമൊക്കെ വരുന്നുണ്ട് പോലെ. അപ്പം അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമൊക്കെ ആക്ഷനിൽ വരുന്നുണ്ട്, പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിക്കാം സർ. താങ്ക് യു ഇക്ക. ശീതൾ, അപ്പോൾ പെർഫോമൻസിനെ കുറിച്ചുള്ള കമന്റ്സ് ഒക്കെ പറഞ്ഞു. മാർക്സ് എത്ര കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു? ചോദിക്കാം. ഓ, അതാണല്ലോ സ്ട്രെയിറ്റ് വേ അല്ലേ, ചോദിക്കാം നമുക്ക്. മഹതി മാം. 26. കുപ്പുസ്വാമി സർ. ஒரு 26. താങ്ക് യു സർ. താങ്ക് യു സർ. നാദർഷിക. 26. താങ്ക് യു സർ. താങ്ക് യു ജഡ്ജസ്. അപ്പോൾ ശീതൾ 90-ൽ 78 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് അല്ലേ, ഇനി മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് റൗണ്ടാണ് കഴിഞ്ഞല്ലേ? ശീതൾ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? കാരണം എക്സ്പ്രഷൻസ് ഒക്കെ മുഖത്ത് വരുന്ന കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ ഫീൽ. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് പഠിച്ചിട്ടുണ്ട്, കഥകളി കളിക്കും, ഓട്ടംതുള്ളൽ, മോണോ ആക്ട്. ആഹാ. അപ്പം വേറെ ഓട്ടം തുള്ളൽ കളിച്ചിട്ട് പോയാൽ മതി, അത് മതി. ഓട്ടം തുള്ളൽ അല്ല സാർ, ഓട്ടംതുള്ളൽ കളിക്കണേൽ പ്രശ്നമില്ല, പക്ഷെ അതിന് പാടാൻ അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് അതൊക്കെ വേണം. എനിക്ക് മോണോ ആക്ട് ചെയ്യാം. മോണക്ക് അത് മതി. ഞാൻ ഫൂലൻ ദേവി. നിങ്ങളുടെ ചരിത്രം എന്നെ കൊള്ളക്കാരിയായി മുദ്രകുത്തുന്നു. ഞാൻ ആരെയാണ് കൊള്ളയടിച്ചത്? കൊള്ള മുതൽ സ്വരുക്കൂട്ടി വെച്ച് കോടീശ്വരിയായ ഫൂലൻ ദേവിയെ ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? എന്റെ ജീവിത സമരം, അടിച്ചമർത്തപ്പെട്ട അപമാനിതയാക്കപ്പെട്ട ഭാരത സ്ത്രീത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടം, ഉള്ളവൻ ഉള്ളവന്റേതു മാത്രമായി ചമച്ചുണ്ടാക്കുന്ന ചരിത്രത്തിൽ ഇടം പിടിക്കാതെ പോയ പോരാട്ടം. ഞാൻ ഫൂലൻ ദേവി. ടിവിയിൽ വാർത്ത കണ്ടപ്പോ ഞാനങ്ങ് ഞെട്ടിപ്പോന്റെ ദാക്ഷായണിയെ. ഓടിക്കൊണ്ടിരുന്ന തീവണ്ടിന്നല്ലേ ഒറ്റക്കൈൻ ഓളെയും കൊണ്ട് പുറത്തു ചാടിയേ. എന്നിട്ട് ഓനോളെ കടിച്ചു കീറിയില്ലേ. പെൺകുട്ടിയോള് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചെത്തുന്നവരെ ഉള്ളിയൊരു കത്തല. ഇവിടെ പാർക്ക് എന്താ ചെയ്തുകൂടാത്തെ? ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ? അയിനാ പറയണേ, ഒരു ഫൂലൻ ദേവി ഉമ്മടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടാവണം. എന്നാല ഈ ചെന്നായ്ക്കൾക്കൊക്കെ ഒരു പേടിണ്ടാവും. അനുഭവിച്ചേനൊക്കെ പകരം വീട്ടിലെയോള്. ഫൂലൻ ദേവി കൊള്ളക്കാരി പറയടി. സർപ്പഞ്ചിന്റെയും മായാത്തിന്റെ വീട് കൊള്ളടിച്ച നീയല്ലേ? പറയടി. എനിക്കൊന്നും അറിയില്ല, ഞാൻ ആരെയും കൊള്ളയടിച്ചില്ല. സത്യമായും എന്നെ വിശ്വസിക്കൂ. നീ പറയില്ലല്ലേ? ആ കൊള്ള സംഘത്തിൽ നീയും ഉണ്ടായിരുന്നെന്ന് ഈ ഗ്രാമവാസികൾക്ക് മുഴുവനും അറിയാം.
സത്യം സമ്മതിക്കാൻ നിനക്ക് നല്ലത്. ഇവളെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യ്, ഒരു പട്ടിയും ചോദിക്കാൻ വരില്ല. മോളെ കലക്കി, താങ്ക് യു സർ. ഉഗ്രനായിരുന്നു. താങ്ക് യു. എത്ര ക്യാരക്ടേഴ്സാണ് വന്നു പോയത്? ഇതാര് പഠിപ്പിച്ചെന്ന്? കലാഭവൻ നൗഷാദ് സർ. നൗഷാദ് മണിയും കലാഭവൻ നൗഷാദും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ട്രൂപ്പിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ നൗഷാദിൻ്റെ ഒരു ശിഷ്യ ഇവിടെ വന്നിട്ട് മണിയുടെ പ്രോഗ്രാമിന് മിമിക്രി കാണിച്ചു. അതൊരു യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. അത് കോയിൻസിഡൻസ്. നന്നായിരുന്നു. താങ്ക് യു സർ. ശീതളെ, എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ പേടിയോ ഓൾ ദ ബെസ്റ്റ് പറയാൻ ഭൂലൻ ദേവിയാണ് ഓർമ്മ വരുന്നത്. ഇല്ല, ഇപ്പൊ ശീതളായി, പറഞ്ഞോളൂ. ശീതളായി അല്ല, അതൊക്കെ മാറ്റി വെച്ചല്ലേ. അപ്പം എന്തായാലും നല്ലൊരു ഭാവി, ആക്ടിങ്ങിലും ഒക്കെ നല്ലൊരു ഭാവി. അതാണ് പാട്ട് പാടുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ മിന്നി വായുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ശീതളിൽ. അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പാട്ടും കൊണ്ടുപോവുക, അതുപോലെ ഈ കാര്യങ്ങളെല്ലാം കലയെല്ലാം നന്നായിട്ട് കൊണ്ടുപോവുക. ഓൾ ദ ബെസ്റ്റ് ശീതൾ. അപ്പോൾ ഇന്ന് നമുക്ക് വെൽക്കം ചെയ്യാം സുരേഷിനെ ഭൂമിക റൗണ്ടിലേക്ക്. ലെറ്റ്സ് വെൽക്കം സുരേഷ്. സുരേഷ്, ഹായ്. ഹായ്. മെൻ ഇൻ ബ്ലാക്ക്. അത് ഈ പാട്ടിനോട് ചേർന്നൊരു കോസ്റ്റ്യൂമാണ്. ഓക്കെ, ഭൂമിക റൗണ്ട് ആണ്. അപ്പോൾ ഏത് ദേശത്തിന്റെ പാട്ടാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്? സ്വന്തം കാസർഗോഡ് തന്നെ. സ്വന്തം കാസർഗോഡ് പാട്ടാണ്. കാസർഗോഡിന്റെ പാട്ടാണ്. അപ്പം എന്തായാലും നന്നായിട്ട് പാടുക, നന്നായിട്ട് പെർഫോം ചെയ്യുക. തീർച്ചയായും. ഓക്കെ. ലോയ്മ 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 അജസ്സോ അജസ്സോ അജയ്മാൻ അജയ്മാൻ അണിയന്തോട അണിയന്തോട മഞ്ചോളി വെത്തല മഞ്ചോളി വെട്ടല അഴുത്തടക്ക അഴുത്തടക്ക അജസ്സോ അജസ്സോ അജയ്മാൻ അജയ്മാൻ ലോയ്മ 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 ലേലേ മാമ ലേലേ മാമ ലേലേ മാമ ലേലോ 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 ലേല കുട്ടിച്ചി ലേല കുട്ടിച്ചി ലേല കുട്ടിച്ചി ലേലോ ലേലേ മാമ ലേലേ മാമ ലേലേ മാമ ലേലോ ഒരുപാട് കെങ്ങുണ്ടയ്യ കൗവാതെ പൊങ്ങുന്നു ലേലേ മാമ ലേലേ മാമ ലേലേ മാമ ലേലോ അതിന്റെ മണങ്കെ കിട്ടി കരുനാ
സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലേ? കാരണം ഇവിടെ ഫുൾ സ്റ്റേജ് നിറഞ്ഞിങ്ങനെ പാടിയും കളിച്ചും ഒക്കെ ക്ഷീണിച്ചോ? കുഴപ്പമില്ല, എങ്ങനെ പെർഫോം ചെയ്തു? നന്നായി തന്നെയാണ് തോന്നുന്നത്. കാരണം ഇത് ഒരു ബീറ്റാണ്, ഒരേ ബീറ്റ് ആയതുകൊണ്ട് അപ്പൊ നമുക്ക് ജഡ്ജസിനോട് ഇങ്ങനെ തന്നെയാണ് ട്രഡീഷണൽ സാധനം. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. കുപ്പുസ്വാമി സാർ. സുരേഷ് നന്നായി பாடி, நல்லா எனர்ஜிக்காக பாடி, நல்லா ஆட்டமும் போட்டு எல்லாம் நல்லா இருந்தது. அதில் ஒரே ஒரு நான் என்ன நினச்சேன் அப்படின்னா, எப்படியும் ஒரு 4 நிமிஷம் போகுதா பாட்டு, 4 நிமிஷமும் ஒரு சிம்பிள் மெலடி தான், சிம்பிள் ரிதம் அண்ட் சிம்பிள் மெலடி. அது தொடர்ந்து போகும்போது ஒரு மாதிரி எவ்வளவு நல்லா இருந்தாலும் சரி, எவ்வளவு நல்ல சுவையான சாப்பாடாக இருந்தாலும் ஓரளவு தான் சாப்பிட முடியும். தொடர்ந்து 4 நாள் விட்டால் வேணாம் சொல்லுவோம். அந்த போல் நல்லா இருந்தால் கூட ரொம்ப லென்த்தாக போகிறது அவ்வளவு உச்சிதம் இல்லை. அது என்ன செஞ்சுருக்கலாம், லைட்டாக டியூனை மாற்றி விட்டுருக்கலாம். இது என்ன ஸ்கேலு? ஈயா தன்னாதனே தன்னாரே தன்னாதனே தன்னாரே 1, தன்னாதனே தன்னாரே தன்னனதான தன்னானே 2, தன்னாதனே தன்னாரே தன்னனதான தன்னாரே. போர் அடிக்கல, போர் அடிக்காம போல ஒரு பாட முடியுமா? லேலே மாமா லேலே மாமா லேலே மாமா லேலோ 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 லேலே மாமா லேலே மாமா லேலே மாமா லேலோ. இந்த பாடல்களை கொடுக்கும்போது கொஞ்சம் அழகுபடுத்தி கொடுக்கறதுக்கான முயற்சியில் நம்ம இறங்கணும். வேற ஒன்று இல்லை, பாடினதெல்லாம் ஓகே, இது மட்டும் தான், வேற ஒன்றும் இல்லை. சரி, താങ്ക് യു സർ. മഹതി മാം. സുരേഷ്, ഹായ്. ആസ് യൂഷ്വൽ ഭൂമിക റൗണ്ടിലും അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെ എടുത്തോണ്ട് വന്നു അല്ലേ? അതെ, ടോട്ടൽ ആ കൂടി ഒരു നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു. ആ മൊനോട്ടണി അവോയ്ഡ് ചെയ്യാൻ സാറ് പറഞ്ഞ ആ ടിപ്സ് ഐ തിങ്ക് എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടി പറഞ്ഞതാണ്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ഹവ് ഓൾറെഡി പെർഫോംഡ്, സോ ഗുഡ്. താങ്ക് യു. താങ്ക് യു മാം. നാദർഷിക. സുരേഷേ, സർ, പാട്ടിന് നല്ല എനർജി ഉണ്ടായിരുന്നു. പിന്നെ സാറിന് ആ ട്യൂൺ ഇങ്ങനെ ഒരു വല്ലാതെ ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ സ്ഥിരം പറയാറുണ്ട്, കുറേ പ്രാവശ്യം ഒരേ ട്യൂൺ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടിയാണെന്ന്. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നിയത് ലിറിക്സിൽ ഒരു അത്യാവശ്യം ഹ്യൂമർ ലൈനിൽ പോകുന്നുണ്ടായിരുന്നു. ആ ഹ്യൂമർ മനസ്സിലായതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ എനിക്ക് അത്രയും ഒരു ബോറടി ഫീൽ ചെയ്തില്ല. അതിൽ ലിറിക്സിൽ ഹ്യൂമർ ഇരിക്കുന്നത്, അത് ഹ്യൂമർ അതിലിങ്ങനെ നമ്മൾ ലയിച്ചു പോയി. അപ്പോൾ ആ ഒന്നില്ലെങ്കിൽ ട്യൂണിന് ഒരേ ട്യൂണാണെങ്കിലും ലിറിക്സിന് എന്തെങ്കിലും പുതുമ അല്ലെങ്കിൽ അതിന് ഹ്യൂമർ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കേട്ടിരിക്കും. ആ ഒരു സുഖം അതിനുണ്ടായിരുന്നു. നന്നായിരുന്നു, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. താങ്ക് യു അക്ക. സുരേഷ്, ഇപ്പൊ ജഡ്ജസ് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഈ പറഞ്ഞ മാതിരി സുരേഷിന്റെ ഒരു സിഗ്നേച്ചർ എല്ലാ പാട്ടുകളിലും ഉണ്ടായിരിക്കും, ഈ പാട്ടിലും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. കുപ്പുസ്വാമി സാർ, ഔട്ട് ഓഫ് 30 ഈ പാട്ടിലെ ലിറിക്സ് ഇമ്പോർട്ടൻ്റ് ആയി, അത് ഞാൻ അറിഞ്ഞിട്ടല്ല. ബട്ട് ഇതற்காக ഞാൻ മാർക്ക് കുറയ്ക്കില്ല, 29 தான். താങ്ക് യു സർ. മഹതി മാം. 29 for you, സുരേഷ്. താങ്ക് യു മാം. നാദർഷിക. 29. താങ്ക് യു സർ. താങ്ക് യു ജഡ്ജസ്. അപ്പം 90-ൽ 87 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നല്ല മാർക്സ് ആണ് അല്ലേ? അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനി വരാൻ പോകുന്ന സെഷനിലും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോൾ സുരേഷിന്റെ നല്ലൊരു പെർഫോമൻസ് കഴിഞ്ഞ് നമ്മൾ ബ്രേക്കിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത് ഗൗരിയാണ്. ആൽബം സോങ് റൗണ്ടാണ് ഗൗരി നമുക്ക് വേണ്ടി ഇവിടെ പാടാൻ പോകുന്നത്. നമുക്ക് വെൽക്കം ചെയ്യാം ഗൗരിയെ. ഗൗരി ചേച്ചി, അപ്പൊ ഇന്ന് ആൽബം സോങ് റൗണ്ടിലാണ്. ഏത് പാട്ടാ പാടുന്നേ? മുത്തേ കരേണ്ട മുത്തേ. മുത്തേ കരേണ്ട മുത്തേ. ഏത് ആൽബത്തിലെ പാട്ടാ? കാവിലെ വേല. അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. അപ്പൊ ഇത് ലാസ്റ്റ് റൗണ്ട് ആണ് അല്ലേ? അതെ. ഓക്കെ.
മുത്തേ തേങ്ങിക്കരയണ്ട, മുത്തിൻ്റെ അച്ഛൻ വരുമ്പോ ചക്കര കൊണ്ടുവരും. കൂരയിലെ എന്തി വിളക്കിലെ എണ്ണ എരിയുമ്പോ ലാവിൻ്റെ വെളിച്ചത്ത് മോണ്ടച്ഛനോടി വരുമല്ലോ. മുത്തേ കരയണ്ട, മുത്തേ തേങ്ങിക്കരയണ്ട, മുത്തിൻ്റെ അച്ഛൻ വരുമ്പോ ചക്കര കൊണ്ടുവരും. ചോറും തട്ടിത്തെറിപ്പിച്ച് പിണങ്ങല്ലേടാ, പൊന്നമ്പിളി മാനത്ത് നിന്ന് ചിരിക്കണ കണ്ടില്ലേ. മുത്തേ കരയണ്ട, മുത്തേ തേങ്ങിക്കരയണ്ട, മുത്തിൻ്റെ അച്ഛൻ വരുമ്പോ ചക്കര കൊണ്ടുവരും. മുത്തേ കരയണ്ട, മുത്തേ തേങ്ങിക്കരയണ്ട, മുത്തിൻ്റെ അച്ഛൻ വരുമ്പോ ചക്കര കൊണ്ടുവരും. കൂരയിലെ എന്തി വിളക്കിലെ എണ്ണ എരിയുമ്പോ ലാവിൻ്റെ വെളിച്ചത്ത് മോണ്ടച്ഛനോടി വരുമല്ലോ. മുത്തേ കരയണ്ട, മുത്തേ തേങ്ങിക്കരയണ്ട, മുത്തിൻ്റെ അച്ഛൻ വരുമ്പോ ചക്കര കൊണ്ടുവരും. മുത്തിൻ്റെ അച്ഛൻ വരുമ്പോ ചക്കര കൊണ്ടുവരും. മുത്തിൻ്റെ അച്ഛൻ വരുമ്പോ ചക്കര കൊണ്ടുവരും. ഗൗരി ചേച്ചി, നല്ല രസമുണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ. ശരിക്കും അമ്മയെക്കുറിച്ചുള്ള പാട്ടല്ലേ? ആ, കുഞ്ഞിനെ കുറിച്ചുള്ള പാട്ട്. അമ്മ ഒരു കുഞ്ഞിനോട് പറയുന്ന പാട്ട് പറയുന്നതായിട്ട്. അപ്പൊ ശരിക്കും അമ്മ എന്ന് പറയുമ്പോൾ അതൊരു വികാരമാണ്. ശരിക്കും അമ്മയെന്ന വാക്ക് കേട്ടിട്ട് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ അമ്മ എന്നുള്ള വാക്കിൽ എല്ലാത്തിൻ്റെ ഒരു പൂർണ്ണതയുണ്ട്. അതെന്തായാലും ഈ പാട്ടിലുടനീളം ഉണ്ടായിരുന്നു. നമുക്കിനി ജഡ്ജസിനോട് ചോദിക്കാം. നാദിർഷക്ക പെർഫെക്റ്റ് ആയിട്ട് പാടി, നല്ല സിംഗിങ് ആയിരുന്നു, നല്ല മൂഡ് ഉണ്ടായിരുന്നു, കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു, ഓർക്കസ്ട്രേഷൻ നന്നായിരുന്നു, നല്ല ഫീൽ ഉണ്ട്. അതിൻ്റെ മ്യൂസിക് ആരാണെങ്കിലും നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. ഇനി കൂടുതൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട്
ഇവിടെ 2 ഡോക്ടേഴ്സ് ഇരിപ്പുണ്ട്, അവർ പറയും. ശരി. താങ്ക് യു ഇക്ക. കുപ്പുസ്വാമി സാർ. നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഇന്ന് ഗൗരി ഞങ്ങൾ എതിർപ്പാർப்போம். ഇന്ന് ഗൗരി വന്നാൽ பாட்டு அடித்தெறிக்கும் இல்லையா அப்படின்னு ஒரு மனசில் ஒரு பதிஞ்சு போய் இல்லையா. அது காலையிலேருந்து வந்ததில் இப்போ வந்து ஏசியில் இருந்தபோது கொஞ்சம் த்ரோட் அப்படி இப்படி மூக்கெல்லாம் வரும். அது கௌரி என்ற அந்த திறமை, அந்த பாடுகின்ற விதம், அந்த இது அதானே வேணும். சூப்பராகி பாடு. താങ്ക് യു സാർ. താങ്ക് യു സർ. മഹതി മാം. ഗൗരി, മാം, ഗൗരീൻ്റെ ഒരു പെർഫോമൻസ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ മെസ്മറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ എക്സ്പെക്റ്റേഷനിൽ അങ്ങനെയാണ് നിന്നിരുന്നത്. ഓക്കെ, സോ ഗൗരിക്ക് തന്നെ അറിയാം, ഗൗരിക്ക് കുറേ സ്ക്രാച്ചസ് ഇടയ്ക്ക് വന്നു. ആൻഡ് ഓരോരോ പ്രാവശ്യം മുത്തേ പിണങ്ങല് മുത്തേ വാട്ട് എവർ മുത്തേ അത് തുടങ്ങുമ്പോൾ ഭയങ്കര ഫ്ലാറ്റായിരുന്നു. എനിക്ക് ആ ലിറിക്സ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതാണ് ഇതിലിങ്ങനെ അച്ഛൻ വരുമ്പോൾ ചക്കര കൊണ്ടുവരുന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ മോനെ ഓർത്തുപോയി. എനിവേസ്, ഗൗരിയുടെ പ്രീവിയസ് പെർഫോമൻസിൻ്റെ അത്ര ബെസ്റ്റ് അല്ല, എന്നാലും ഇറ്റ് വാസ് ഓക്കെ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. താങ്ക് യു മാം. ഗൗരി, അപ്പം ഒരു ആവറേജ് കമൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നേരത്തെ റൗണ്ട്സിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലേ? ഇതിപ്പം ലാസ്റ്റ് റൗണ്ട് ആണല്ലേ ഈ ഒരു ഘട്ടത്തിൽ. അപ്പം എന്തായാലും നമുക്കിനി മാർക്സ് ചോദിക്കാം എത്രയൊക്കെയാണെന്ന്. കുപ്പുസ്വാമി സാർ. கௌரி அது ஏசி மூக்கு லைட்டாக மூக்கு அடைச்சிருந்தது, அதெல்லாம் பிரச்சனை இல்லையா. அது பாடினது தெரியும். നമുക്ക് 28 തരാം. താങ്ക് യു സാർ. ഇക്ക, എത്ര മാർക്സ്? മോളുടെ ഒരു പെർഫോമൻസ് അടിസ്ഥാനമാക്കി മോൾ എത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല. അല്ല, എന്നാലും പറയേ, മനസ്സിലുണ്ടാവല്ലോ. 28 വേണോ? ഓക്കെ, എന്നാ 28. താങ്ക് യു സാർ. താങ്ക് യു ഇക്ക. മഹതി മാം. ഗൗരീൻ്റെ ഒരു പെർഫോമൻസിന് ഞങ്ങൾ എല്ലാവരും ഫുൾ മാർക്ക് വാരിക്കോരി തന്ന ആൾക്കാരാണ് ഞങ്ങൾ. സോ എനിവേസ്, ദിസ് പെർഫോമൻസ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. എനിവേസ് 27. താങ്ക് യു മാം. താങ്ക് യു ജഡ്ജസ്. അപ്പോൾ ഗൗരി 90-ൽ 83 മാർക്സ് ആണ്. ഇത് ലാസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ഇനിയും സെഷൻ വരുന്നുണ്ട്. അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും. നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഗൗരിയുടെ നല്ലൊരു പെർഫോമൻസ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും നല്ല പെർഫോമൻസുകൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഗൗരിയുടെ ആ നല്ല പെർഫോമൻസിന് ശേഷം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന മനോഹരമായ ആ പെർഫോമൻസ് വരെയാണ് നമ്മുടെ സ്വന്തം ഗസ്റ്റിന്റെ പെർഫോമൻസ്. നമുക്ക് ആസ്വദിക്കാം. തേരഴക് തേരഴക് എന്തുകൊണ്ടാണ് തേരഴക്? തേരഴക് തേരഴക് എന്തുകൊണ്ടാണ് തേരഴക്? തേരഴക് തേരഴക് കൊടുങ്ങല്ലൂരമ്മയുടെ തേരഴക്. തേരഴക് തേരഴക് കൊടുങ്ങല്ലൂരമ്മയുടെ തേരഴക്. അയ്യോ തകതാനോ ദിത്തോം തകതാന ദിനം ദിനം താനോ. അയ്യോ തകതാനോ ദിത്തോം തകതാന ദിനം ദിനം താനോ. രാരിക്കണ്ടാരോ 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 രാരിക്കണ്ടാരോ. പടിഞ്ഞാറ് തിരുനടയിൽ എന്തുകൊണ്ടാണ് തേരഴക്? പടിഞ്ഞാറ് തിരുനടയിൽ എന്തുകൊണ്ടാണ് തേരഴക്? അയ്യോ തകതാനോ ദിത്തോം തകതാന ദിനം ദിനം താനോ. അയ്യോ തകതാനോ ദിത്തോം തകതാന ദിനം ദിനം താനോ. രാരിക്കണ്ടാരോ 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 രാരിക്കണ്ടാരോ. പടിഞ്ഞാറ് തിരുനടയിൽ മഞ്ഞക്കള്ളം കൊണ്ട് തേരഴക്. പടിഞ്ഞാറ് തിരുനടയിൽ മഞ്ഞക്കള്ളം കൊണ്ട് തേരഴക്. അയ്യോ തകതാനോ ദിത്തോം തകതാന ദിനം ദിനം താനോ. അയ്യോ തകതാനോ ദിത്തോം തകതാന ദിനം ദിനം താനോ. രാരിക്കണ്ടാരോ രാരിക്കണ്ടാരോ രാരിക്കണ്ടാരോ.
തിരുനടയിൽ എന്തുകൊണ്ടാണ് ഈ തേരഴക് കിഴക്കേ തിരുനടയിൽ എന്തുകൊണ്ടാണ് ഈ തേരഴക് അയ്യോ തകതാനോ തിത്തോം തിത്തകതാനോ ദിനം ദിനം താനോ അയ്യോ തകതാനോ തിത്തോം തിത്തകതാനോ ദിനം ദിനം താനോ രാരിക്കൻകാരോ 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 കിഴക്കേ തിരുനടയിൽ കുരുത്തോല കൊണ്ടേ തെരഴക് കിഴക്കേ തിരുനടയിൽ കുരുത്തോല കൊണ്ടേ തെരഴക് അയ്യോ തകതാനോ തിത്തോം തിത്തകതാനോ ദിനം ദിനം താനോ അയ്യോ തകതാനോ തിത്തോം തിത്തകതാനോ ദിനം ദിനം താനോ രാരിക്കൻകാരോ 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 തെക്കേ തിരുനടയിൽ എന്തുകൊണ്ടാണ് ഈ തേരഴക് തെക്കേ തിരുനടയിൽ എന്തുകൊണ്ടാണ് ഈ തേരഴക് തെക്കേ തിരുനടയിൽ കാളകളി കൊണ്ടു തെരഴക് തെക്കേ തിരുനടയിൽ കാളകളി കൊണ്ടു തെരഴക് അയ്യോ തകതാനോ തിത്തോം തിത്തകതാനോ ദിനം ദിനം താനോ അയ്യോ തകതാനോ തിത്തോം തിത്തകതാനോ ദിനം ദിനം താനോ രാരിക്കൻകാരോ 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 തക തക ആ ആ തക തക വടക്കേ തിരുനടയിൽ എന്തുകൊണ്ടാണ് ഈ തേരഴക് വടക്കേ തിരുനടയിൽ എന്തുകൊണ്ടാണ് ഈ തേരഴക്